ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൊരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട്. എപ്പോ സ്പെഷ്യൽ തന്നെ എല്ലാം നമുക്ക് സ്പെഷ്യൽ ആവുന്നു കേട്ടാ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല മാങ്ങ കിട്ടിയിട്ടുണ്ട്, പഴുത്ത മാങ്ങ. ഇപ്പൊ മാങ്ങേന്റെ സീസൺ ആണെന്നല്ല, അപ്പൊ നല്ല മാമ്പഴ പുളിശ്ശേരി എല്ലാം വെക്കാൻ പറ്റിയ അടിപൊളി മാങ്ങയാന്ന് കിട്ടിയിട്ടില്ലേ. ചൂടിന് നല്ലത്. അപ്പൊ അതിനെക്കൊണ്ട് നമുക്ക് ഇന്ന് നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാലോ മാം. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് മാമ്പഴ പുളിശ്ശേരി പറയുമ്പോൾ അതിലുള്ള വരുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മണല്ലേ ഇങ്ങനെ തോലൊലിക്കാൻ പറ്റിയ ഭാഗത്തില്ല മാങ്ങ. ഇങ്ങനത്തെ ഊമ്പിക്കൂടിയ ടൈപ്പ് ഇങ്ങനത്തെ മാങ്ങയാന്ന് പുളിശ്ശേരി ആക്കലല്ലോ മാ. എന്റെ തോല് കളയണ്ടാട്ടാ. നല്ല മണം. അത് പൊളിക്കുമ്പോ തന്നെ ഒരു നല്ലൊരു മണം വരുന്നുണ്ട്. മാങ്ങ കഴുകി വെച്ചതാണേ. അപ്പൊ നമുക്ക് നേരെ മണ്ണിന്റെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. മണ്ണിന്റെ ചട്ടിയിലാണ് നമ്മ ഇന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. മീനാന്ന് വിചാരിച്ചിട്ടാണ് അവര് കറിയുന്നത്. അപ്പോൾ നമ്മളെ മാങ്ങയിൽ ഇതാ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമില്ല ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്താ മേ എന്ത് ഇതായിട്ട് വേണം പേര് ചോറിയിക്കാന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ അരക്കഷ്ണം വെല്ലം, 3 പച്ചമുളക് ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി അതും കൂടി ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിൻ്റെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നേരെ നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. വിറകടുപ്പിലാണ് ഇന്ന് ആക്കുന്നത്. കടന്ന് പോകട്ടെ. അപ്പോൾ കുറച്ച് തേങ്ങ അരക്കാം. മിക്സിൻ്റെ ജാറിലേക്ക് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കേ. അപ്പോൾ ഇതാ നമ്മളെ മാങ്ങ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളെ മാമ്പഴം എല്ലാം നല്ല വൃത്തിയിൽ വെത്തിയിട്ടുണ്ട്. തേങ്ങ കൂട്ടി കൊടുക്കാം. നമ്മൾ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കുറുങ്ങനെ വേണം കറി ഉണ്ടാകാൻ വേണ്ടിട്ടല്ലേ അമ്മ. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. സൂപ്പറല്ലേ. ഇപ്പം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇനി തൈര് ഒഴിച്ചതിൻ്റെ വറവും കഴിച്ചാൽ പിന്നെ എൻ്റെ രുചിയേ പറയണ്ടല്ല. അപ്പോൾ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളി നോക്കിയിട്ട് വേണമെങ്കിൽ ഒഴിക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തുള്ളി കറി മതിയാവും. ഒരു പ്ലേറ്റ് ചോറുണ്ടാനാവും. അപ്പോൾ ഇതാ ചെറുതായിട്ട് തള വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം വാങ്ങാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക്, കറിവേപ്പില. നമുക്ക് നേരെ നമ്മളെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇളക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കാമല്ലോ അമ്മ. എന്നാൽ അതിൻ്റെ നല്ലൊരു സ്മെല്ലെല്ലാം അതിലേക്ക് ഇറങ്ങി ചെല്ലും. ചോറ് കഴിക്കുന്നത് അതെ, നമ്മൾ നല്ല മാമ്പഴ പുളിശ്ശേരിയും കൂടിയിട്ട്
ഇതാ എന്നെ പിടിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നുണ്ട് എൻ്റെ അടുത്തേക്ക്. കാണുമ്പോ വായിൽ വെള്ളം വരുന്നു. വേറൊന്നും കറിയൊന്നും വേണ്ടാലോ, ഇതന്നെ മതി. നല്ല ടേസ്റ്റ് ഉണ്ട്. തിന്നോ വിജയ്? അപ്പൊ ഇതാ നമ്മളെ മാമ്പഴ പുളിശ്ശേരി ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, അടിപൊളി ടേസ്റ്റ്. മാങ്ങ എടുത്തിട്ട് മുന്നേക്ക് ഉണ്ടാക്കിനി ഞങ്ങളെക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഈ മാങ്ങ അത്രയും നല്ല ടേസ്റ്റ്. സൂപ്പർ പറഞ്ഞാൽ സൂപ്പർ, ഒന്നും പറയാനില്ല. തീർച്ചയായിട്ടും മാങ്ങ കിട്ടുമ്പോ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടാ. രക്ഷയില്ല, ഒരു രക്ഷയില്ല, പറയാൻ ബാക്കില്ല, അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. മീൻ പൊരിച്ചത് വരെ എടുക്കാൻ വേണ്ടി തോന്നുന്നില്ല അല്ലേ? എണ്ണ മതി ചോറ് കഴിക്കാൻ. ഈ ചൂട് കാലത്ത് ഞാൻ എന്തെല്ലാം ചോറ് പിന്നെ നല്ല കറിയാ നല്ലത്. അതെ, ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. മറ്റേത് വേറെ എന്തെങ്കിലും കുടിച്ച് നോക്കുമ്പോൾ നല്ല ഒരു ചൂടും ഇതെല്ലാം. ചോറാണ് പുളിശ്ശേരിയും ചോറും തീക്കുന് നല്ല ടീക്കൂനും കൂടെ പുളിശ്ശേരിയും ചോറും നല്ല ഇഷ്ടമുണ്ട്. അതെ, ഒരിക്കൽ കൊടുത്ത് എല്ലാം തിന്ന് രണ്ടാമത് ഇപ്പൊ ചോദിച്ചു വാങ്ങിയത്. എൻ്റെ കാലം ഇങ്ങനെ കൈയെടുത്ത് നോക്കുന്നു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാമ്പഴം പുളിശ്ശേരി അടിപൊളി. എല്ലാവരും കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അതെ, എൻ്റെ അഭിപ്രായം അറിയിക്കുക. തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബെല്ലാം ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.